അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥ്യമരുളുന്ന 65ാമത് ഹോസ്ദുർഗ് ഉപജില്ലാതല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പുറത്തിറക്കി. പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിൽ വെച്ച് ലോഗോ പ്രകാശനം ചെയ്തത്. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanyanad. ഒക്ടോബർ 27 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 65ാമത് ഹോസ്ദുർഗ് ഉപജില്ലാതല കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ ലോഗോയാണ് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിൽ വെച്ച് പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ പ്രകാശനം ചെയ്തത്. ലോഗോ എന്ന് പറയുന്ന സമയത്ത് ഈ കലോത്സവത്തിനെ മൊത്തത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു രൂപരേഖയാണ് ലോഗോ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആവട്ടെ ലോഗോയിൽ നമ്മളിവിടെ നടത്താൻ പോകുന്ന ഒരു 4-5 ദിവസം നടത്തുന്ന കലോത്സവത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചിത്രമായിട്ട് അത് മാറുകയാണ്. ഇവിടെ സൂചിപ്പിക്കുകയായി അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതുമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പെൺകുട്ടിയാണ് എന്നതിൽ ആദ്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ പി മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വളർത്തിയെടുക്കാനുമെല്ലാമുള്ള ആദ്യ സ്റ്റെപ്പുകളാണ് സബ് ജില്ലാ കലോത്സവം. ഏതാണ്ട് 5000-ഓളം വരുന്ന കുട്ടികൾ, കലാകാരന്മാർ അവരുടെ വിവിധങ്ങളായ കഴിവുകളെ മത്സര ത്വരയോടെ പങ്കെടുക്കുവാനും അത് അവതരിപ്പിക്കാനും, പങ്കെടുക്കുക എന്ന് പറയുന്നതിന് വളരെ പ്രധാനമാണ്. ജയിച്ചു കയറിയാൽ സന്തോഷം, പങ്കാളിത്തമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നതാണ് ഒരു അത്ലറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പങ്കെടുത്താൽ മതി എന്നതുപോലെ ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി കയറിപ്പിടിപ്പിക്കാൻ, അവൻ്റെ വഴികൾ തെളിഞ്ഞു കാണാൻ ഏറെ സഹായകരമാകും. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്രൻ മീങ്ങോത്ത് അധ്യക്ഷനായി. സംഘാടക സമിതിക്ക് ലഭിച്ച 37 ലോഗോകളിൽ നിന്നാണ് ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ദേവനന്ദ രൂപകൽപ്പന ചെയ്ത ലോഗോ തിരഞ്ഞെടുത്തത്. കലോത്സവത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജായ ഹോസ്ദുർഗ് കലോത്സവം 65-നെ സജിത്ത് കണ്ണോത്ത് പരിചയപ്പെടുത്തി. കുട്ടികളുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ അഥവാ ചുണ്ടൊപ്പ് പതിക്കൽ പരിപാടിയും നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ, ഹോസ്ദുർഗ് AEO കെ സുരേന്ദ്രൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാനും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മാടിക്കാൽ നാരായണൻ, ഹെഡ്മാസ്റ്റർ PV രാജേഷ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ ബാബു കോട്ടപ്പാറ, ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവായ ചിത്രകാരൻ വിനോദ് അമ്പലത്തറ, വർക്കിംഗ് ചെയർമാൻ P ജയകുമാർ, SMC ചെയർമാൻ N മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രാജേഷ് കറിയ മാസ്റ്റർ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ C പ്രകാശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.